ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ കലാശക്കൊട്ടാണ്. മൂന്നാം ദിവസം പൂരത്തിന്റെ കാര്യം പറഞ്ഞു. തൃശ്ശൂരിൽ നിന്നാണല്ലോ. ഓക്കെ, ഇന്ന് തൃശ്ശൂരിന്റെ റിസൾട്ട് അറിയാം. എപ്പോ വേണമെങ്കിലും അറിയാം. തൃശ്ശൂരാണ്. കേരളം കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ അടക്കമുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഫലസൂചനയാണ് പി മാർക്ക് ഇന്ന് നൽകിയിരിക്കുന്നത്. 25,831 സാമ്പിളുകൾ അവലോകനം ചെയ്തതിന് ശേഷം മാർച്ച് 3-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ശേഖരിച്ച സാമ്പിളുകൾ അവലോകനം ചെയ്തതിന് ശേഷം പി മാർക്ക് നൽകിയ കണക്കാണ്. അതിൽ തൃശ്ശൂരുണ്ട്, പൊന്നാനിയുണ്ട്, പല മണ്ഡലങ്ങളുണ്ട്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, ആലത്തൂര്. യെസ്, അതിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ആലത്തൂര്, കോഴിക്കോട് ഒക്കെ ഇന്നത്തെ നമ്മുടെ റിസൾട്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളം എങ്ങോട്ട് എന്നതിന്റെ ഒരു സൂചന നൽകാൻ നിശ്ചയമായും മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഭിലാഷ്, ഈ തൃശ്ശൂരിന്റെ ഫലം അറിയാൻ വേണ്ടി ഇത്രയും വലിയ ഒരു താല്പര്യത്തോടെ മലയാളികൾ ഇരുന്ന സമയമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വടകരയുടെ റിസൾട്ട് പലപ്പോഴും വളരെ നിർണായകമാവുകയും വളരെ വാശിയേറിയ പോരാട്ടം അവിടെ നടക്കുകയും രാഷ്ട്രീയ പ്രാധാന്യം നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ തൃശ്ശൂരിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വന്നപ്പോഴത്തേക്ക് ഒരു ഗ്ലാമർ പരിവേഷമുണ്ടായി, തൊട്ടടുത്തൊക്കെ എത്തി. പക്ഷെ ഇത്തവണ ആദ്യം മുതൽ തന്നെ തൃശ്ശൂര് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തൃശ്ശൂരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയത് തൃശ്ശൂരാണ്. അപ്പോൾ ഇത്തവണ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് സുരേഷ് ഗോപിക്ക് പ്രഖ്യാപിക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമോ എന്നറിയാൻ മലയാളിക്ക് ആകാംക്ഷയുണ്ട്. ഇതൊക്കെയാണ് തൃശ്ശൂരിനെ ഈ 2024 ഗ്ലാമർ മണ്ഡലമാക്കി മാറ്റുന്നത്. തൃശ്ശൂരിലേക്ക് വരാം, മറ്റ് ജില്ലകൾ, മറ്റ് മണ്ഡലങ്ങളിലേക്ക് വരാം, ചില സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ചില സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് വോട്ടർമാർ നൽകിയ അഭിപ്രായ സർവേയിലൂടെ നൽകിയ മറുപടിയുണ്ട്. അതിന് മുൻപ് കഴിഞ്ഞ 2 ദിവസമായി 14 മണ്ഡലങ്ങളിലെ ഫലസൂചന പി മാർക്ക് നൽകുകയുണ്ടായി. കേരളത്തിൽ ഈ 14 മണ്ഡലത്തിൽ ആരൊക്കെയാണ് മുന്നിലെന്ന് ഒന്നുകൂടി കണ്ടുവരാം. ദേ വരുന്നു 14 മണ്ഡലങ്ങളിലെ ഇതുവരെയുള്ള റിസൾട്ട്. അഭിപ്രായ സർവേ ഇതുവരെ പ്രേക്ഷകർക്ക് കാണാം. തിരുവനന്തപുരം UDF, ആറ്റിങ്ങൽ UDF, കൊല്ലം UDF, പത്തനംതിട്ട UDF, ആലപ്പുഴ UDF. ആലപ്പുഴ, കോട്ടയം, ചാലക്കുടി ഒക്കെ UDF-ന്റെ കിറ്റിയിലാണ്. മലപ്പുറം, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങൾ UDF-ന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. കണ്ണൂർ, വടകര, പാലക്കാട് LDF, മാവേലിക്കര തുല്യം. യെസ്, ഇതാണ് ഇന്നലെ വരെ കഴിഞ്ഞ 2 ദിവസമായി മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിൽ ഫല സൂചന നൽകിയിട്ടുള്ള മണ്ഡലങ്ങൾ. ഈ പല മണ്ഡലങ്ങളിലും പക്ഷേ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. തിരുവനന്തപുരത്ത് ഉള്ള പ്രത്യേകത CPI പന്ന്യൻ രവീന്ദ്രൻ രണ്ടാമത് വരുന്നു, BJP മൂന്നാമതാകുന്നു എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ വ്യക്തമായിട്ട് അടൂർ പ്രകാശ് മുന്നിലാണ്. കൊല്ലത്ത് അതിനേക്കാൾ ഒരു വലിയ ഗ്യാപ്പിൽ പ്രേമേന്ദ്രൻ UDF സ്ഥാനാർത്ഥി മുന്നിലാണ്. പത്തനംതിട്ടയിൽ BJP-യും CPM-ഉം രണ്ടാം സ്ഥാനത്ത് തുല്യം 31% നിൽക്കുന്നു. നേരിയ 2% എഡ്ജ് ആന്റോ ആന്റണിക്കുണ്ട്. ആലപ്പുഴയിൽ അതുപോലെ തന്നെ KC വേണുഗോപാൽ UDF സ്ഥാനാർത്ഥി മുന്നിലാണെന്നാണ് അഭിപ്രായ ഫലം, സർവേ ഫലം പറയുന്നത്. കോട്ടയത്ത് 1% മാത്രം ഫ്രാൻസിസ് ജോർജ് മുൻപിലാണ് എന്നുള്ളതാണ് അഭിപ്രായ സർവേ പറയുന്നത്. അതേസമയം ചാലക്കുടിയിൽ കംഫർട്ടബിൾ ആയിട്ട് UDF, മലപ്പുറത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. മലപ്പുറം വളരെ കംഫർട്ടബിൾ ആയിട്ട് UDF മുമ്പിലാണ്. വയനാട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഭൂരിപക്ഷം ഇത്തവണയും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകും. കാസർഗോഡ് ഇത്തവണയും UDF നിലനിർത്താനാണ് സാധ്യത എന്ന് ഈ സർവേ പറയുന്നു. കണ്ണൂരിൽ MV ജയരാജൻ CPM സ്ഥാനാർത്ഥി മുന്നിലാണെന്ന് അഭിപ്രായ സർവേ ഫലം പറയുന്നു. വടകരയിൽ KK ശൈലജ മുന്നിലാണ്, ഏതാണ്ട് 5%. ഷാഫി പറമ്പിലിനേക്കാൾ 6% എഡ്ജ് വടകരയിൽ ശൈലജ ടീച്ചർക്കാണ് എന്നുള്ളത് കൗതുകകരമായ റിസൾട്ടാണ്. പാലക്കാട് LDF തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സർവേയിൽ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും അരുൺകുമാറും CPI സ്ഥാനാർത്ഥി അരുൺകുമാറും തുല്യം. അപ്പോൾ ഇതാണ് നമ്മൾ 14 മണ്ഡലങ്ങളെ കണ്ടു കഴിഞ്ഞു. ഇനി 6 മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസത്തൊക്കെ പറഞ്ഞു തന്നാൽ മതിയോ? തൃശ്ശൂരിലേക്ക് പോകണ്ടേ? യെസ്, തൃശ്ശൂരിലേക്ക് പോകണം. തൃശ്ശൂരിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റു മണ്ഡലങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ ഇലക്ഷന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചതായിരുന്നു. UDF 19 സീറ്റുകൾ നേടാനുള്ള കാരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂഫോറിയുണ്ട്. UDF അണികളും അതുപോലെ തന്നെ കേരളീയരും ഒക്കെ വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി രാഹുൽ ഗാന്ധി വന്ന ഒരു വേവിന് അങ്ങ് ഒഴുകുന്നത് നമ്മൾ കണ്ടു. ഇത്തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമായിരുന്നോ? അതാണ് ചോദ്യം. നമുക്ക് നോക്കാം. യെസ്, വരണമായിരുന്നു. രാഹുലിന്റെ തീരുമാനം ശരിയാണ് എന്നാണ് 54% പേരും പറയുന്നത്. വേണ്ടിയിരുന്നില്ല എന്ന് 40% പേർ.
6% ആളുകൾക്ക് അഭിപ്രായം ഇല്ല താനും. എന്തായാലും രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ മത്സരിക്കുന്നതിനോട് പൊതുവെ കേരളീയർ അനുകൂലമാണ്. രാഹുൽ ഗാന്ധിക്കുള്ള അപ്രൂവൽ റേറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ആദ്യ ദിവസം കണ്ടതാണ്. നരേന്ദ്രമോദിയേക്കാൾ ഇരട്ടിയാണ്. കേരളത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഉള്ളത്. രാഹുൽ ഇത്തവണയും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനോട് കേരളീയർക്ക് വിപ്രതിപത്തിയൊന്നുമില്ല, എതിരഭിപ്രായമൊന്നുമില്ല എന്ന് പി മാർക്കിന്റെ ഈ ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നു. പക്ഷെ അതേ മലയാളികൾ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ സഖ്യം ജയിക്കില്ല, അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നുണ്ട്. മലയാളികൾ കൂടുതലായി എനിക്ക് തോന്നുന്നു വളരെ റിയലിസ്റ്റിക് ആയിട്ട് രാഷ്ട്രീയത്തെ കാണുന്ന ആളുകളാണല്ലോ. അപ്പോൾ എന്തിനാണ് വെറുതെ അങ്ങനെ വളരെ വളരെ അയഥാർത്ഥമായ ഒരു കാര്യം വിചാരിക്കുന്നതെന്ന് അവർ കരുതുന്നുണ്ടാവും. നമുക്ക് വയനാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി വരണമായിരുന്നോ വേണ്ടിയിരുന്നില്ലേ എന്നുള്ള കാര്യം. അവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ ആദ്യ മണ്ഡലത്തിലേക്ക് പോകാം. ആദ്യം ഇടുക്കി എന്ന മിടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഇടുക്കി. കഴിഞ്ഞ തവണ അവിടെ ഡീൻ ജയിച്ചത് 1,71,053 വോട്ടിനാണ്. അതും തൊട്ട് മുൻപത്തെ തവണ തന്നെ തോൽപ്പിച്ച ജോയ്സ് ജോർജിനെ തോൽപ്പിച്ചു. ജോയ്സ് ജോർജ് അവിടെ അതിനു മുൻപ് അന്ന് ജയിച്ചത് 2014 ജയിച്ചതിന് ഒരു കാരണമുണ്ട്. അത് കസ്തൂരിരംഗൻ റിപ്പോർട്ടോ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ജോയ്സ് ജോർജിനെ ജയിപ്പിച്ചത്. ജോയ്സ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കൂടി സ്ഥാനാർത്ഥിയായിരുന്നു. LDF ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും പൊതു സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് 46.5% വോട്ട് ജോയ്സ് ജോർജ് അവിടെ നേടുകയുണ്ടായി. അന്ന് സഭ CPM അല്ലെങ്കിൽ LDF ഒപ്പമായിരുന്നു. തൊട്ട് മുൻപ് MP ആയിരുന്ന PT തോമസും സഭയും തമ്മിൽ വലിയ തർക്കവും, എന്തിന് തോമസിന്റെ ശവഘോഷയാത്ര പോലും വൈദികരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്നത് പോലും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അവിടെ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം LDF ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അതിനു മുൻപ് ഫ്രാൻസിസ് ജോർജ് 2 തവണ അവിടെ LDF സ്ഥാനാർത്ഥിയെ ജയിച്ചിട്ടുണ്ട്. അന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ അത്തരത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളും ചേർത്താണ് ഫ്രാൻസിസ് ജോർജ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് ജയിച്ചിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായി നോക്കുമ്പോൾ അതൊരു UDF മണ്ഡലമാണ്. സ്വാഭാവികമായി നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ടേംസിൽ നോക്കുമ്പോൾ അതൊരു UDF മണ്ഡലമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ടേംസിൽ നോക്കൂ, ഇപ്പോൾ ഇടുക്കിയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളും LDF ഒപ്പമാണ്. 33,746 വോട്ടിന്റെ മേൽക്കൈ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ LDF ഉണ്ട്. മാത്രമല്ല എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ 2 നിയമസഭാ മണ്ഡലങ്ങളും പിന്നെ ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് ഇടുക്കി പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ കൃത്യമായും UDF അനുഭാവം പുലർത്താറുള്ള മണ്ഡലമാണ്. 2014 ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെ LDF ഇടുക്കി സ്വന്തമാക്കി. ഇത്തവണ ആ രാഷ്ട്രീയ പരീക്ഷണത്തിലെ നായകനായ ജോയ്സ് ജോർജ് വീണ്ടും മത്സരിക്കുന്നു. ജോയ്സ് ജോർജ് പെട്ടെന്നുണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ് LDF സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മൂന്നാമതും അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് LDF കാര്യം. അതുപോലെ തന്നെ ഡീനും വീണ്ടും ഒരേ സ്ഥാനാർത്ഥികൾ തമ്മിൽ വീണ്ടും നേരിട്ട് ഏറ്റുമുട്ടും. ഇടുക്കിയുടെ മലമുകളിൽ വിജയക്കൊടി പാറിക്കുന്നത് ആര് എന്ന് കാണാം. നോക്കാം ആരാണ് ഇടുക്കിയുടെ നായകൻ. റിസൾട്ട് ഇതാ ഇവിടെ തെളിയും. ഇടുക്കിയിൽ ഇതാ വീണ്ടും ജോയ്സ് ജോർജിനെ പരാജയപ്പെടുത്തി ഡീൻ കുര്യാക്കോസ്. അതാണ് അഭിപ്രായ സർവേ ഫലം നൽകുന്ന സൂചന. ഡീൻ കുര്യാക്കോസ് 48%, ജോയ്സ് ജോർജ് 38%, സംഗീത വിശ്വനാഥൻ 13% എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അറ്റ്മോസ്ഫിയർ ഏറെക്കുറെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇടുക്കിയിൽ UDF വോട്ട് ശതമാനത്തിൽ കുറവുണ്ട്. UDF വോട്ട് ശതമാനത്തിൽ കുറവുണ്ട്. 2019 6% കുറവുണ്ട്. 54.2 നിന്ന് 48 കുറയുന്നു. എന്നാൽ LDF 2% വർദ്ധിക്കുന്നതായിട്ടാണ് ഈ അഭിപ്രായ സർവേയിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അത്രയും ശക്തമായ UDF വികാരം ഇപ്പോഴില്ല എന്നുള്ളത്. BDJS അവിടെ സ്ഥാനാർത്ഥി ഉണ്ട്. BDJS 4% കൂടും എന്നും ഉള്ളത് കാണുന്നു. കഴിഞ്ഞ തവണയും BDJS സ്ഥാനാർത്ഥിയായിരുന്നു. 8.55 ആയിരുന്നു അന്നത്തെ വോട്ട് ഷെയർ. അത് 13% വരെ ഉയരാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോഴും ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിൽ 10% വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ഈ തവണ UDF സ്ഥാനാർത്ഥി ഇടുക്കിയിൽ വെറുതെ ജയിക്കാൻ പോവുകയല്ല, മികച്ച ഗംഭീരമായ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോവുകയാണെന്നാണ് ഈ സർവേ ഫലം. ഇത് നിലവിൽ സൂചിപ്പിക്കുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ കസ്തൂരിരംഗന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ വളരെ സജീവമായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ആക്രമണങ്ങൾ, കാട്ടാന ആക്രമണം. കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 5 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ പ്രശ്നമാണ്. സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നതാണോ, കേന്ദ്ര സർക്കാരിൻ്റെതാണോ? അപ്പോൾ ചില നിയമങ്ങൾ തടസ്സം നിൽക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിയമം തടസ്സമല്ല എന്നുള്ള തർക്കമുണ്ട്.
ഇതെല്ലാമാണെങ്കിലും ഇതൊരു വലിയ വൈകാരിക പ്രശ്നമാണ്. വൈകാരിക വിഷയമാണ്. ഒന്ന്, ഈ കേന്ദ്ര വന്യജീവി നിയമം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് പ്രത്യേക റോളില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ പോലും ജനങ്ങളുടെ ദേഷ്യം സംസ്ഥാന സർക്കാരിനോടും വനം വകുപ്പിനോടും ഒക്കെയാണ്. കോതമംഗലത്ത് ഒരു വലിയ പ്രതിഷേധം, ആന ചവിട്ടിക്കൊന്ന സ്ത്രീയുടെ മൃതദേഹവുമായി ഒക്കെ നമ്മൾ കാണുകയും അത് തന്നെ രാഷ്ട്രീയ വിഷയമായി മാറുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. എന്തായാലും 10% വ്യത്യാസം, ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിൽ 10% വ്യത്യാസമാണ് പി മാർക്ക് അഭിപ്രായ സർവേ നൽകുന്നത്. അതായത് 1,71,053 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ ഡീൻ ജോയ്സിനെ തോൽപ്പിച്ചത് എങ്കിൽ ഇത്തവണ അതിനടുത്ത് വന്നില്ലെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയ ഒരു പക്ഷേ 1,00,000 അടുത്തോ 1,00,000 കവിഞ്ഞോ ഉള്ള മാർജിൻ വന്നേക്കാം. ഇപ്പൊ 10%, കഴിഞ്ഞ തവണ ഇതിനേക്കാൾ വലിയ ഹ്യൂജ് ഗ്യാപ്പായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അഭിലാഷ്, നമുക്ക് ഇടുക്കിയിൽ നിന്ന് നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് ഇത്തവണ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. MK രാഘവൻ ഹാട്രിക് അടിച്ചു നിൽക്കുകയാണ്. രാഘവനെ പരാജയപ്പെടുത്താൻ CPM തലമുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, തൊഴിലാളി നേതാവ് എള്ളമരം കരീമിനെ അയച്ചു. 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് കോഴിക്കോട് ഇതുവരെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊരു തമാശ എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കൽ MK രാഘവനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കണ്ണൂരിൽ നിന്നാണല്ലോ കോഴിക്കോടേക്ക് പോകുന്നത്, 2009 സ്ഥാനാർത്ഥിയാവാൻ ആദ്യം MK രാഘവനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ഉടനെ AK ആന്റണി വിളിച്ചിട്ടാണ് എന്തായാലും രാഘവ പോയി വരൂ എന്ന് പറയുന്നത്. അപ്പോൾ AK പറഞ്ഞിട്ടാണ് സമ്മതിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ രാഘവനെ യാത്ര അയക്കിയത് പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് MP വീരേന്ദ്രകുമാർ പറഞ്ഞൊരു കാര്യം, അന്ന് അദ്ദേഹം UDF പക്ഷത്തേക്ക് ആ ഇലക്ഷനെ തുടർന്ന് എത്തുകയാണ്. കോഴിക്കോട് മത്സരമൊക്കെ കാഴ്ചവെക്കാം, പക്ഷേ ജയിക്കാൻ പാടാണ്, ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിടത്താണ് ഹാട്രിക് 3 തവണ MK രാഘവൻ 2009 മുതൽ കോഴിക്കോട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് പ്രദീപ് കുമാറിനെ മണ്ഡലം പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ എന്നിട്ടും അത് നടന്നില്ല. 85,225 വോട്ടിനാണ് MK രാഘവൻ അവിടെ വീണ്ടും ജയിച്ചത്. ആദ്യം PA മുഹമ്മദ് റിയാസ്, പിന്നെ A വിജയരാഘവൻ, ഏറ്റവും ഒടുവിൽ A പ്രദീപ് കുമാർ. ഇവർക്കാർക്കും കഴിയാത്തത് എള്ളമരം കരീം എന്ന കോഴിക്കോടിന്റെ മനസ്സറിഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവിനെ കഴിയുമോ എന്നറിയാനാണ് കോഴിക്കോട് കാത്തിരിക്കുന്നത്. ഒപ്പം ബി ജെ പി ഗണ്യമായി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. കഴിഞ്ഞ തവണ പ്രകാശ് ബാബു മത്സരിച്ചു, ഇത്തവണ അത് MT രമേശിൽ എത്തി നിൽക്കുന്നു. പത്മനാഭൻ, അതിനുശേഷം പ്രകാശ് ബാബു, ഇപ്പോൾ MP രമേശ്. CK പത്മനാഭനിൽ നിന്ന് പ്രകാശ് ബാബു വോട്ട് ഉയർത്തിയിട്ടുണ്ട്. ആ വോട്ട് MT രമേശ് ഉയർത്തുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. വളരെ കൗതുകകരമായ രാഷ്ട്രീയ പോരിന്, മലബാറിന്റെ തലസ്ഥാനം എന്ന് വിളിക്കാം കോഴിക്കോടിനെ. ആ കോഴിക്കോട് ഇത്തവണ അപ്രവചനീയമായ മത്സരം അരങ്ങേറുന്നു എന്നുള്ളതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ള 7 മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം LDF ജയിച്ചു. സാധാരണ ജയിക്കാത്ത നഗരമണ്ഡലത്തിൽ പോലും, സൗത്തിൽ പോലും ജയിക്കുന്നത് നമ്മൾ കണ്ടു. അഹമ്മദ് ദേവർകോവിൽ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാവുന്നത് വരെ കണ്ടു. അപ്പോൾ നിയമസഭയുടെ ടൈംസിൽ LDFന് അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി UDF കൈപ്പത്തി ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ഇത്തവണ MK രാഘവന്റെ ആ ഡ്രീം റൺ അവസാനിക്കുമോ? എള്ളമരം കരീം കോഴിക്കോട് CPMന് വേണ്ടി തിരിച്ചു പിടിക്കുമോ? അതാണ് ചോദ്യം. നമുക്ക് നോക്കാം റിസൾട്ട്. യെസ്, റിസൾട്ട് എങ്ങനെ? കാത്തിരിക്കാം. റിസൾട്ടുമായി വരൂ. റിസൾട്ടിൽ വലിയ സർപ്രൈസുകൾക്ക് ഇതാ ഇവിടെ സ്ഥാനമില്ല. MK രാഘവൻ 4ാം തവണയും കോഴിക്കോട് ജയിക്കും എന്ന് പറയുന്നു പി മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ. 2% വ്യത്യാസം മാത്രമേ 2% വ്യത്യാസം UDFന് മെച്ചമായുള്ളൂ. 37%വുമായി ഇളമരം കരീം തൊട്ടു പിന്നിലുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ BJP 22% ഈ പ്രൊജക്ഷനിൽ പറയുന്നത്. അവിടെ നമ്മൾ കാണേണ്ടത് MK രാഘവൻ കഴിഞ്ഞ തവണ 45% വോട്ട് നേടിയിരുന്നു. കഴിഞ്ഞ തവണത്തെ സവിശേഷ സാഹചര്യം നമ്മൾ ആവർത്തിച്ച് ഇതേ ഷോയിൽ തന്നെ പറയുന്നുണ്ട്. വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുടെ വേവിൽ ഒരു രാഹുൽ ഗാന്ധിയുടെ സർക്കാർ അല്ലെങ്കിൽ BJP ഇതര സർക്കാർ എന്നൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. ആ വേവിൽ MK രാഘവൻ 45% വോട്ട് നേടിയത് ഇത്തവണ 39ലേക്ക് കുറയാനുള്ള സാധ്യത ഈ സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണത്തെ 15.53 BJP 22%ആക്കി ഉയർത്താനുള്ള സാധ്യത ഈ സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് കുറേയൊക്കെ യാഥാർത്ഥ്യബോധമുള്ള കണക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോർപ്പറേഷൻ ലിമിറ്റുകളിൽ അടക്കം BJP പടിപടിയായി അവരുടെ പ്രസൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. ഇത്തവണ MT രമേശ് എന്ന അവരുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അഭിലാഷ്, അത് ഈ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം UDFന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത അന്നത്തെ പോലെ ഇന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനോടൊപ്പം ഇപ്പോൾ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് സമസ്തയുമായുള്ള അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായിട്ട് ഒക്കെയുള്ള ബന്ധം നല്ല രീതിയിൽ CPM മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
ട്രേഡ് യൂണിയൻ നേതാവും CPM-ന്റെ മുതിർന്ന നേതാവായിരിക്കുമ്പോഴും എളമരം കരീം ഇത്തരം ചർച്ചകൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ 2% വ്യത്യാസം? മാത്രമല്ല 1,16,940 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നുള്ള മേൽക്കൈ. തീർച്ചയായിട്ടും അല്ല, ഇത് അഭിപ്രായ സർവേ ഫലം മാത്രമാണ്. ഈ പറഞ്ഞ 2% ഗ്യാപ്പ് എളമരം കരീം മറികടക്കില്ല എന്ന് നമുക്ക് ഈ മൊമെന്റിൽ പറയാൻ കഴിയില്ല. കാരണം ഇനി ഇലക്ഷൻ ക്യാമ്പയിൻ കിടക്കുകയാണല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇളമരം കരീമിന് മുസ്ലിം സാമുദായിക സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം SDPI-യുടെ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് എതിർ കക്ഷികൾ വിവാദമാക്കുന്നുണ്ട്. ഇഫ്താറിനൊക്കെ ആര് വിളിച്ചാലും പോകാം, ഞാനത് തെറ്റായി കാണുന്ന ഒരാളല്ല. എന്തായാലും ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ കരീം ക എന്ന പോസ്റ്റർ അടിച്ചത് മുതൽ ചില വിവാദങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പൊതുവെ എല്ലാ മുസ്ലിം സംഘടനകളുമായിട്ട്, ഈവൻ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പോലും നല്ല റാപ്പോ ഉള്ള ആളാണ്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു പ്രബല വിഭാഗം ഇത്തവണ ടാക്ടിക്കലായി ഇടതു മുന്നണിയെ പിന്തുണയ്ക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ PMA സലാം പറഞ്ഞത് ഞങ്ങൾ മറന്നിട്ടില്ല എന്നവർ ഇടയ്ക്കിടയ്ക്ക് ഭംഗ്യന്തരേണ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികൾ പരമ്പരാഗതമായി ലീഗിന്റെ വോട്ട് ബേസ് ആണ്. അപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം ഉമർ ഫൈസി മുക്കത്തിന്റെ ഒക്കെ കാച്ച്മെന്റ് ഏരിയയിൽ പെടുന്ന ഭാഗമാണ് ഈ കോഴിക്കോട് മണ്ഡലം. അപ്പോൾ സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ, തന്ത്രപരമായ പിന്തുണ ഇടതു മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വിവിധ സംഘടനകളുമായി, വിവിധ മുജാഹിദ്, സുന്നി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായിട്ടുള്ള എളമരം കരീമിന്റെ നല്ല ബന്ധമൊക്കെ കഴിഞ്ഞ തവണത്തേതിന് വിരുദ്ധമായ ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമെന്ന് LDF പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലീഗ് മരണപ്പണിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ 2 മണ്ഡലങ്ങളിലും പൊന്നാനിയിലും മലപ്പുറത്തും ജയം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ ലീഗ് വടകരയിലും കോഴിക്കോടും UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന കാഴ്ചയാണ്. കാരണം അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം സമസ്തയിലെ ഒരു വിഭാഗം ഞങ്ങളുമായിട്ട് ഷണ്ട ഉണ്ടാക്കി അവർ LDF-നെ ജയിച്ച് കാണിപ്പിച്ചാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സമ്മർദ്ദ ഗ്രൂപ്പ് കൂടുതൽ ശക്തമാകും. അത് പാണക്കാട് തങ്ങളെ സംബന്ധിച്ച് പോലും ക്ഷീണമാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ MK രാഘവന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയത എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം. കണ്ണൂരിൽ നിന്ന് വന്നതാണെങ്കിലും കോഴിക്കോടുകാരനായി അദ്ദേഹം മാറി എന്നുള്ളൊരു കാര്യം. ഏത് കോഴിക്കോടുകാരനോട് MK രാഘവനെ കുറിച്ച് ചോദിച്ചാലും രാഘവേട്ടനെ പറയുള്ളൂ. BJP-ക്ക് കാര്യമായ വോട്ട് വർധന അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഏതായാലും കോഴിക്കോട് നിന്ന് നമുക്ക് മലയാളികൾക്ക് രാഷ്ട്രീയമായും വൈകാരികമായും ഒക്കെ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് പോകാം, ബംഗാൾ. വങ്കനാടിന്റെ രാഷ്ട്രീയം ഏറെക്കാലം CPM-നൊപ്പമായിരുന്നു. പിന്നീട് അത് തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അപ്രസക്തരാക്കിക്കൊണ്ട് അവിടെ വളരാൻ BJP ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കഴിഞ്ഞ തവണ 18 സീറ്റ് നേടി. 22 സീറ്റ് തൃണമൂൽ കോൺഗ്രസും അതിന് തൊട്ടടുത്തെത്തുന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം BJP അവിടെ എത്തി. ഇത്തവണ ആ ടാലി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് BJP-യുടെ ഏക ലക്ഷ്യം. തീർച്ചയായിട്ടും നിരവധി വിഷയങ്ങൾ അവിടെയുണ്ട്. സന്ദേശ് ഖലി അടക്കമുള്ള വിഷയങ്ങൾ. CAA ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ ഇത്തവണ എന്ത് സംഭവിക്കും? CPM തിരിച്ചുവരവ് നടത്തുമോ അതോ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു നിൽക്കുമോ? BJP എന്ത് ചെയ്യും? ഇതാ പശ്ചിമ ബംഗാളിന്റെ ടാലി. പശ്ചിമ ബംഗാളിൽ BJP അവരുടെ കഴിഞ്ഞ തവണത്തെ നില മെച്ചപ്പെടുത്തും എന്നാണ് മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ പറയുന്നത്. ഇത് വലിയ വാർത്തയാണ് അഭിലാഷ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? കഴിഞ്ഞ തവണ 18 സീറ്റ് നേടിയ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡിക്ലൈനിന്റെ സൂചനകൾ കാണിച്ചിരുന്നു എങ്കിൽ അവർ വളരെ ശക്തമായി തിരിച്ചു വരുന്നു. 24 സീറ്റ് വരെ BJP നേടാം. 16 മുതൽ 24 വരെ സീറ്റുകൾ നേടാമെന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് അതിന്റെ പുറകിലാണ് നിൽക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന തൃണമൂൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. അത് NDA-ക്ക് തൊട്ട് പുറകിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മമതാ ബാനർജിക്കുള്ള വ്യക്തമായ സൂചനയാണ്. മാത്രമല്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഏറ്റവും അവസാനം ഈ CAA വിജ്ഞാപനം ഇറക്കി. തീർച്ചയായിട്ടും CAA ഇപ്പോൾ 24 പർഗനാസിൽ തന്നെ മതുവ വിഭാഗം 30 ലക്ഷത്തിലധികമുണ്ട്. CAA ഒരു പക്ഷേ വലിയ നിലയിൽ അവിടെ BJP-യെ സഹായിച്ചേക്കാം. പക്ഷേ അവിടെ കാണേണ്ട ഒരു കാര്യം, വളരെ ശക്തമായ ഒരു ആന്റി ഇൻകംബൻസി വേവ് വളർത്തിക്കൊണ്ട് വന്നിരുന്നു CPM-ന്റെ മീനാക്ഷി മുഖർജി പോലെയുള്ള യുവ നേതാക്കളുടെ ഒക്കെ നേതൃത്വത്തിൽ. പക്ഷേ CAA പൊളിറ്റിക്സ് വരുന്നതോടുകൂടി അവിടുത്തെ ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷ വിഭാഗക്കാരും എന്ന് പറഞ്ഞാൽ CPM-ന്റെ ബ്രിഗേഡ് ഗ്രൗണ്ട് റാലിയിൽ പോയവർ പോലും BJP പേടിയിൽ തൃണമൂലിന് വോട്ട് ചെയ്യുന്നു. അപ്പോൾ തൃണമൂലിന്റെ ഒരു 16 സീറ്റെങ്കിലും അവിടെ സേഫ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിലൊക്കെ തൃണമൂൽ ജയിക്കുന്നു, മറുവശത്ത് BJP-യും ജയിക്കുന്നു എന്നുള്ളതാണ്. തൃണമൂലിനും അതുപോലെ തന്നെ BJP-ക്കും മധ്യേയാണ് ബംഗാളിന്റെ രാഷ്ട്രീയം. അഭിലാഷ്, ഇതിനകത്ത് ഒരു കാര്യം, ഇപ്പോൾ CAA കാര്യത്തിൽ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ തൃണമൂലിന് അനുകൂലമായി വരാനുള്ള അത് സ്വാഭാവികമാണ്, വരും എന്നുള്ളത്. പക്ഷേ ഇതിനപ്പുറം CAA വേണം എന്നുള്ള വാദിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ അതിർത്തികളിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം, ഈ മുസ്ലിം വോട്ടുകൾ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം ഇതിൽ കുറെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്കും CPM-ലേക്കും സ്പ്ലിറ്റ് ആയും പോകും. ഇത് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കും. ഈ സ്പ്ലിറ്റ് ആവുമെന്നുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു.
മുസ്ലിം വോട്ടുകൾ 30% വരുന്ന മുസ്ലിം വോട്ടുകൾ അവിടെ CPM കോൺഗ്രസ് മുന്നണിക്കും തൃണമൂലിനും ഇടയിൽ സ്പ്ലിറ്റ് ആവുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ CAA പ്രഖ്യാപനത്തോടുകൂടി ആ സെനാരിയോ മാറിയിരിക്കുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വളരെ ശക്തമായ നിലപാട് മമതാ ബാനർജി എടുക്കുന്നു. ഒരാൾ പോലും പൗരത്വ നിയമ പോർട്ടലിൽ അപേക്ഷിക്കരുത് എന്ന് അവർ ആവശ്യപ്പെടുന്നു. ശക്തമായ നിലപാട് മമതാ ബാനർജി സ്വീകരിക്കുമ്പോൾ അവിടെ കൃത്യമായും ആ ഒരുപക്ഷെ തൃണമൂലിൽ നിന്ന് പോയേക്കാം എന്ന് തോന്നിച്ച വോട്ടുകൾ കൂടി തൃണമൂലിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള നീക്കമാണ് അത്. മറുവശത്ത് ബിജെപിയുടെ പൊളിറ്റിക്സ് അവിടെ പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ CAA വോട്ടുകൾ തൃണമൂലിനും BJPക്കും ഇടയിൽ വിഭജിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒന്നും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനും CPM വലിയ നഷ്ടം ഉണ്ടാവും. ശരിക്കും അവിടെ 10% മുകളിൽ വോട്ട് സമാഹരിക്കാൻ ഇപ്പോഴും കഴിയും എന്നുള്ള സാഹചര്യം CPMനുണ്ട്. പക്ഷെ അത് വളരെ 5% താഴെ വരാനാണ് ഇപ്പോഴത്തെ സാഹചര്യം. അഭിലാഷ്, നമുക്ക് ബംഗാളിൽ നിന്ന് നാട്ടിലേക്ക് തന്നെ വരാം. ഇനി 4 മണ്ഡലങ്ങളാണുള്ളത്. 4 മണ്ഡലങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ രാത്രിയിൽ. അവസാനത്തെ 4 മണ്ഡലങ്ങൾ: എറണാകുളം, തൃശൂർ, പൊന്നാനി, ആലത്തൂർ. തൃശ്ശൂരിലേക്ക് പോകാൻ സമയമായോ? ഇല്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാലേ ആളുകൾ ഇങ്ങനെ കസേരയിൽ നിന്നൊക്കെ പകുതി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ. തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ. അതുപോലെ വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണല്ലോ ആലത്തൂരിൽ നടക്കുന്നത്. അപ്പോൾ ആലത്തൂരുകാരെ നമ്മൾ പരിഗണിക്കണം, ഉറപ്പായിട്ടും പരിഗണിക്കണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തൃശ്ശൂർ വരെ പോകണ്ട, എറണാകുളം വരെ പോവാം. ശരി, എറണാകുളം തൃശ്ശൂരിന്റെ തൊട്ടടുത്ത മണ്ഡലമാണല്ലോ. എറണാകുളം എന്തായാലും ഇത്തവണ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിച്ചിരിക്കുക. കെ ജെ ഷൈൻ ഉണ്ട്. ഹൈബി ഈഡൻ വീണ്ടും മത്സരരംഗത്തുണ്ട്. വീണ്ടും വളരെ ഒരു ശക്തനായ ഒരു എതിരാളിയെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ എന്തായാലും ഈ റിസൾട്ടിനകത്ത് അറിയാം. തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണം CPM നടത്തുന്നത് ആദ്യമായിട്ടൊന്നുമില്ല. മുമ്പ് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ 2014 പരീക്ഷിച്ചു. കഴിഞ്ഞ തവണ P. രാജീവ് എന്ന എറണാകുളത്തെ ഏറ്റവും പ്രമുഖനായ CPM നേതാവ് മത്സരിച്ചു. പക്ഷേ എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ നിയമസഭ എടുത്താലും ലോക്സഭ എടുത്താലും എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ UDFന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള തട്ടകമാണ്. അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എത്ര വലിയ വിജയമാണ് UDFന് നേടിക്കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ UDFന്റെ സംസ്ഥാനത്തെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ടർഫാണ് എറണാകുളം. അതിന് ഈ പുതിയ പരീക്ഷണം എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എറണാകുളത്തിന്റെ റിസൾട്ടിലേക്ക് ഒന്ന് നോക്കാം. ശരി, എറണാകുളത്തെ കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹൈബിയുടെ ഭൂരിപക്ഷം 1,69,000 ഇത്തവണ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇത്തവണ അതേ ഒരു വലിയ മേൽക്കൈ ഹൈബി ഈഡൻ നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാ ഇപ്പൊ നോക്കാം. ഇത്തവണയും ഹൈബി ഈഡൻ വലിയ വ്യത്യാസത്തിൽ 13% വോട്ടിന്റെ വ്യത്യാസത്തിൽ. 46% ഹൈബി ഈഡൻ, 33% KJ ഷൈൻ. BJP സ്ഥാനാർത്ഥിക്ക് 19%. കഴിഞ്ഞ തവണത്തെ വമ്പൻ വിജയം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ഹൈബി ഈഡൻ. 1,69,053 വോട്ടിനാണ് P. രാജീവിനെ ഹൈബി ഈഡൻ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത്. ഷൈൻ ടീച്ചർക്കും P. രാജീവിന് കിട്ടിയ അതേ ശതമാനം വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായ സർവേ ഫലം പറയുന്നത്. പക്ഷേ ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം 5% കുറവ് ഇത്തവണയുണ്ട്. തീർച്ചയായും കഴിഞ്ഞ തവണ നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും വലിയ UDF വേവ് ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് 1,69,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ കിട്ടുന്നത്. പക്ഷേ ഷൈൻ എന്ന പുതിയ പരീക്ഷണം അവിടെ CPM നടത്തുമ്പോഴും അവർക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന. എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ P. രാജീവിന് കിട്ടിയ വോട്ട് ഷെയറിനേക്കാൾ നേരിയ കുറവ് ഷൈൻ ടീച്ചർക്ക് ഉണ്ടായേക്കാം എന്നും ഈ അഭിപ്രായ സർവേ പറയുന്നു. അത് സ്വാഭാവികമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഷൈൻ ടീച്ചർ എന്തായാലും P. രാജീവിനോളം വരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണെങ്കിൽ പോലും ആ രീതിയിൽ വരുന്നില്ല. അതുകൊണ്ട് പക്ഷേ ഇത് ഇത്രയും കുറവല്ലേ ഉള്ളൂ എന്നുള്ളത് LDFന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. ഈ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കണ്ടതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സേഫായി കണ്ണുമടച്ച് വിജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാൻ കഴിയുന്ന സ്ഥലമാണ് എറണാകുളം. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സെബാസ്റ്റ്യൻ പോളിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കണം. ഏതായാലും കോൺഗ്രസിന് എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം. അവിടെ അവർ വിജയം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായ സർവേ ഫലം. തീർച്ചയായും വലിയ വ്യത്യാസത്തിൽ 13% ഡിഫറൻസ് എറണാകുളത്ത് LDFും UDFും തമ്മിലുണ്ട്. വളരെ ഉറപ്പായിട്ടും ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് പറയാം. കഴിഞ്ഞ തവണ 18% വ്യത്യാസമുണ്ടായിരുന്നു. 33ഉം 51ഉം ആയിരുന്നു. 51% വോട്ട് ഒരു മണ്ഡലത്തിൽ നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യം. അത് ഹൈബി ഈഡൻ കഴിഞ്ഞ തവണ നേടി. എന്തായാലും അതിനേക്കാൾ ഒരു അല്പം വോട്ട് ഇത്തവണ കുറഞ്ഞേക്കാം എന്നുള്ളതിനപ്പുറത്ത് വളരെ സേഫാണ് ഹൈബിക്ക് എറണാകുളം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഒരു ഇടവേളയിലേക്ക് പോകാം. ഇടവേള എടുക്കുമ്പോൾ പ്രേക്ഷകർ എങ്ങോട്ടും പോകരുത്. കാരണം ആവേശപൂർവ്വം കാത്തിരിക്കുന്ന 3 മണ്ഡലങ്ങൾ, അതിൽ തൃശ്ശൂരും ആലത്തൂരും വരും, പൊന്നാനിയും. മാതൃഭൂമി ന്യൂസ് P. മാർക്ക് അഭിപ്രായ സർവേ തുടരുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂട്ടപ്പരിച്ചിലേക്ക് എത്താൻ പോകുന്നു. അതിന് മുൻപ് 2 മണ്ഡലങ്ങളുണ്ട്. അതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും CBIയും ഒക്കെ സജീവ രാഷ്ട്രീയ ചർച്ചയായി നിന്നിരുന്ന വർഷമാണ് കടന്നുപോയത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടന്ന ഒരു വർഷമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിച്ചു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആക്ഷേപം വന്നു. അതിൽ ഒരു തരത്തിലും തെറ്റുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും സർക്കാരിന്റെ ചട്ടുകമാണോ എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചത്? ഇഡിയും ഐടിയും സർക്കാരിന്റെ ചട്ടുകങ്ങളാണ് എന്ന് 49% ആളുകളും അഭിപ്രായപ്പെടുന്നു. അല്ല എന്ന് 29% പേർക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ. വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ കരുതുന്നത്. മുൻകാലങ്ങളിലൊക്കെ CBI ആയിരുന്നുവെങ്കിൽ മോദി സർക്കാരിന്റെ പ്രിയപ്പെട്ട ടൂൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്, ഇഡിയും ഐടിയും. നമുക്ക് ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് പോവാം. ഇനി അവശേഷിക്കുന്നത് 3 മണ്ഡലങ്ങളാണ്. അതിൽ ഇനി പോകുന്നത് പൊന്നാനി. മുസ്ലിം ലീഗ് സംസ്ഥാനത്ത് മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലം പൊന്നാനി. കൗതുകമുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് LDF പലപ്പോഴും അരങ്ങൊരുക്കിയിട്ടുള്ള പൊന്നാനിയിൽ ഇത്തവണ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പൊന്നാനിയിൽ ഇത്തവണ LDF പുതിയതായിട്ട് വന്ന ഒരാളിന് CPM-ന്റെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുകയാണ് KS ഹംസ. മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. മുമ്പ് നമ്മൾ 2009 ഇത് കണ്ടിട്ടുണ്ട്. ഹുസൈൻ രണ്ടത്താണിയെ LDF സ്ഥാനാർത്ഥിയാക്കിയതായിരുന്നു ആ ഇലക്ഷനിന്റെ തന്നെ ഏറ്റവും വലിയ വിവാദം. അത് ഒരുപക്ഷെ CPM-ഉം CPI-യും തമ്മിൽ മുന്നണി ബന്ധം തന്നെ മുറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഞാൻ ഓർക്കുന്നു, ഹുസൈൻ രണ്ടത്താണി മത്സരിച്ച 2009 തെരഞ്ഞെടുപ്പിൽ LDF പൊന്നാനി അടക്കം കേരളത്തിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും തോക്കുന്നു, ബംഗാൾ തോക്കുന്നു. അന്ന് ഒരു പ്രമുഖ പത്രത്തിന്റെ അന്നത്തെ തലക്കെട്ട് തന്നെ രണ്ടത്താണിയും പോയി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യമുണ്ട്. 2014 ഇന്നത്തെ മന്ത്രി V അബ്ദുറഹ്മാനെ ഇടതുമുന്നണി ഫീൽഡ് ചെയ്തു. അന്ന് വെറും 25,410 വോട്ടിനാണ് ET മുഹമ്മദ് ബഷീർ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പക്ഷെ ഇത്തവണ KS ഹംസയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമസ്തയിലെ ഉൾപ്പിരിവ് മുതലെടുക്കുക, സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതായിരുന്നു. സമസ്തയിലെ അടിയൊഴുക്കിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക, അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളെ അപ്പീൽ ചെയ്യുക. ഇങ്ങനെ എന്താ പറയുക, ഒരു വലിയ പ്ലാനിലാണ് ഇത്തവണ KS ഹംസയെ LDF അവിടേക്ക് ഇറക്കിയത്. എന്തെങ്കിലും പ്രയോജനം കിട്ടിക്കാണോ? നമുക്ക് ആദ്യം റിസൾട്ട് നോക്കാം. ശരി, KS ഹംസയെ കൊണ്ട് LDF എന്തെങ്കിലും വലിയ അട്ടിമറി പൊന്നാനിയിൽ നടത്തുന്നുണ്ടോ? നോ, ഇല്ല. ഭൂരിപക്ഷത്തിന് അബ്ദുൽ സമദ് സമദാനി വിജയിക്കും എന്നാണ് ഈ സർവേ റിസൾട്ട് പറയുന്നത്. 47% 30% മാത്രമാണ് KS ഹംസയ്ക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ എന്ന് ഈ അഭിപ്രായ സർവേ പറയുന്നു. എന്ന് പറഞ്ഞാൽ PV അൻവറിന് കിട്ടിയ അത്രയും വോട്ട്, അത്രയും പെർസെന്റേജ് വോട്ട് കിട്ടാൻ സാധിക്കുന്നില്ല. 2% കുറവാണ് അഭിപ്രായ സർവേ ഫലത്തിൽ ഉള്ളത്. അഭിപ്രായ സർവേ അനുസരിച്ചാണെങ്കിൽ KS ഹംസയെ നിർത്തിയുള്ള സ്ഥാനാർത്ഥി പരീക്ഷണം വലിയ തോതിൽ പാളിയിരിക്കുന്നു. ഏതായാലും ഇടതുപക്ഷം ഒരു പുതിയ പരീക്ഷണം നടത്തുകയാണ്. അത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ഓക്കെ. ഏതായാലും അപ്പൊ അങ്ങനെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല എങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് ഉണ്ടാവും CPM-ന് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നോക്കാം നമുക്ക്. പൊന്നാനിയിൽ നിന്ന് ആലത്തൂരിലേക്ക് പോകാം. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ച ആലത്തൂരിലേക്ക് രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ച ആലത്തൂർ. ഇത്തവണ പാട്ട് പാടുന്നത് രമ്യ ഹരിദാസും ജയിക്കുന്നത് രാധേട്ടനുമാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. നോക്കൂ, ഈ തവണ K രാധാകൃഷ്ണൻ എന്ന സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ CPM ഇറക്കിയിരിക്കുകയാണ്. പിണറായി മന്ത്രിസഭയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അംഗം, CPM അംഗം K രാധാകൃഷ്ണനാണ്. ആ രാധാകൃഷ്ണനെ തന്നെ ഒരു പാർലമെന്റ് മണ്ഡലം പിടിക്കാൻ വേണ്ടി CPM നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം കഴിഞ്ഞ തവണ ഇത്രയും വലിയൊരു വിജയം ആലത്തൂരിൽ 1,58,968 വോട്ടിനാണ് രമ്യ ഹരിദാസ് ജയിച്ചത്. അത് CPM-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കാര്യമാണ്. ഇനി നിയമസഭയിലേക്ക് വന്നാൽ നിയമസഭയിൽ 2,02,430 വോട്ടിന്റെ മുൻതൂക്കമാണ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ആ മുൻതൂക്കത്തിൽ പോലും ഇടതുപക്ഷം അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാകണം K രാധാകൃഷ്ണൻ ഇറക്കി. കഴിഞ്ഞ തവണത്തെ പേടിയുടെ കൂടിയാണ്. കാരണം ഏത് കൊടുങ്കാറ്റടിച്ചാലും എന്ത് ഭൂകമ്പം വന്നാലും ഞങ്ങളുടെ ഈ കോട്ട കുലുങ്ങില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത് വരെ CPM-കാർ വിചാരിച്ചത്. പക്ഷേ രമ്യ ഹരിദാസ് എന്ന പുതുമുഖം 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് അവിടെ CPM-ന്റെ അരിവാൾ ചുറ്റുകയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിരുന്നു. ആ അത്ഭുതം സാധിച്ച ആളാണ് രമ്യ. ഈ തവണ ഒരു തരത്തിലും തോൽക്കരുത് എന്നുള്ളൊരു വാശി CPM-നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് അവർ K രാധാകൃഷ്ണൻ രംഗത്തിറക്കിയിരിക്കുന്നത്. സ്വന്തം സിറ്റിംഗ് സീറ്റ് സംരക്ഷിക്കാൻ രമ്യ ഹരിദാസ് പോരാടുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ P മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ പറയുന്നത് എന്നൊന്ന് നോക്കിയാലോ? പെട്ടെന്ന് നോക്കാം. യെസ്, വരട്ടെ റിസൾട്ട്.
കെ രാധാകൃഷ്ണൻ 43 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ശതമാനത്തിന്റെ മാത്രം മേൽക്കൈയുള്ളൂ. 2 ലക്ഷം വോട്ടിന്റെ നിയമസഭാ കണക്കെടുത്താൽ 2 ലക്ഷം വോട്ടിന്റെ മേൽക്കൈയുള്ളെടുത്ത് വെറും 1% മേൽക്കൈയെ കെ രാധാകൃഷ്ണനുള്ളൂ. പോരാ. ഇത് കെ രാധാകൃഷ്ണനെ ഇറക്കിയിട്ടും ഇതാണ് സ്ഥിതിയെങ്കിൽ അവിടെ അതിശക്തമായ പോരാട്ടം, വലിയ മത്സരം രമ്യ ഹരിദാസ് നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ സൂചന. ഇത് സൂചന മാത്രമാണ്. വലിയ രാഷ്ട്രീയ മേൽക്കൈ ഉള്ള ആലത്തൂരിൽ അവർക്ക് ഫീൽഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. കെ രാധാകൃഷ്ണനെ തന്നെ നിർത്തിയിട്ടും 1% മേൽക്കൈ മാത്രമേ ആലത്തൂരിൽ ഇപ്പോൾ LDF-നുള്ളൂ. എന്ന് പറഞ്ഞാൽ LDF-ന് സേഫ് ആയിട്ടില്ല ആലത്തൂർ. ഇതുവരെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ് ആലത്തൂരിൽ. PK ബിജു മത്സരിച്ച് വൻ നഷ്ടം വരുത്തി. 37% വോട്ടേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയുള്ളൂ. പക്ഷെ അത് 43% കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഈ 1% വർധന ഉണ്ടായാൽ മതിയോ? ജയിക്കുകയാണെങ്കിൽ 1% വ്യത്യാസമേ ഉണ്ടാകുന്നുള്ളൂ. അല്ല, ജയിക്കുകയാണെങ്കിൽ ഇനി ഉണ്ടല്ലോ 10-35 ദിവസം. ഇതിൽ കാണേണ്ടത് കഴിഞ്ഞ തവണ 52.4%, അതായത് CPM-ന്റെ തട്ടകത്തിൽ 52.4% വോട്ട് രമ്യ ഹരിദാസ് സമാഹരിച്ചിരുന്നു. അതിലൊരു 10% കുറവ് ഈ സർവേ കാണിക്കുന്നുണ്ട്. രമ്യ ഹരിദാസിന്റെ വോട്ട് ഷെയർ 42 വീഴാം. അതായത് കഴിഞ്ഞ തവണ അഡീഷണലായി വന്ന കുറെ വോട്ടുകൾ തിരികെ പോകാം. ആലത്തൂരിൽ ആര് ജയിക്കുമെന്നുള്ള പ്രവചനം പോലും അസാധ്യമാവുന്ന വിധത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരൊറ്റ പോയിന്റിന് ഒരു പൊട്ടിക്ക് കെ രാധാകൃഷ്ണൻ മുൻപിലാണ് എന്നുള്ളതാണ് ആലത്തൂരിനെ കുറിച്ച് പറയാനുള്ളത്. 19 മണ്ഡലങ്ങളും കഴിഞ്ഞു. ഇനി ഒരേ ഒരു മണ്ഡലം മാത്രം, അത് തൃശൂരാണ്. മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു മാതൃഭൂമി PMark അഭിപ്രായ സർവേ. നമ്മളിനി ദേശീയ സാഹചര്യം ഒന്ന് പരിഗണിക്കേണ്ടതാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയാണ്. പക്ഷേ ഇത് അറിയാൻ താല്പര്യമുള്ളവർ തന്നെയാണ് പ്രേക്ഷകർ. അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമായി തോന്നില്ല. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിക്കാനുണ്ട്. രാജ്യത്ത് മൊത്തം എങ്ങനെയാണ് NDA എത്ര സീറ്റ് നേടും, അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം എത്ര നേടും, മറ്റുള്ളവർ എത്ര നേടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന മഹാരാഷ്ട്ര ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ പ്രതീക്ഷകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ശിവസേനയുമായിട്ടും NCP-യുമായിട്ടും കോൺഗ്രസ് സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മഹാവികാസ് അഘാഡിയാണ്. ഉദ്ധവ് താക്കറേക്ക് ഒരു വിഭാഗം, അതെ, പാർട്ടി പിളർത്തിപ്പോയവരോട് പ്രതികാരം ചെയ്യാൻ ശരത് പവാറും ഉദ്ധവ് താക്കറേയും കാത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് അവിടെ. അപ്പോൾ മഹാരാഷ്ട്ര ഇത്തവണ ഒരു വലിയ നമ്പർ ഞങ്ങൾക്ക് നൽകുമെന്നാണ് ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നതും അവകാശപ്പെടുന്നതും. അപ്പോൾ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കും? മഹാരാഷ്ട്ര ഇത്തവണ ഇന്ത്യ മുന്നണി NDA-യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ കണക്കുകൾ ഇതാ നമുക്ക് സ്ക്രീനിൽ കാണാം. മഹാരാഷ്ട്രയിൽ അത്ഭുതങ്ങൾ ഒന്നുമില്ല. NDA 38 വരെ സീറ്റുകൾ, 28 മുതൽ 38 സീറ്റുകൾ വരെ NDA നേടാം എന്നാണ് ഈ സർവേ പറയുന്നത്. 10 മുതൽ 20, പരമാവധി 20 സീറ്റാണ് മഹാവികാസ് അഘാഡിക്ക് കിട്ടുക. മഹാവികാസ് അഘാഡിക്ക് അതാണെങ്കിലും നേട്ടമാണ് കഴിഞ്ഞ തവണത്തേത് വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ തവണത്തെ താരതമ്യം ചെയ്താൽ ആശ്വാസമാണ്. പക്ഷേ പ്രതീക്ഷിച്ചത് 30 സീറ്റിന് മുകളിലാണ് പ്രതീക്ഷിച്ചത്. അതെ, NCP-ക്ക് 4 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. അതാണ് കഴിഞ്ഞ തവണത്തെ UPA-ക്ക് കിട്ടിയത്. അതിൽ നിന്ന് ശിവസേന വിഭാഗം കൂടെ ഒക്കെ വരുമ്പോൾ, ഉദ്ധവ് താക്കറയുടെ പാർട്ടിയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും ഒരു നില മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ നമ്മളിപ്പോ തീർച്ചയാക്കി ഒന്നും പറയാനില്ല. ഇത് മാർച്ച് ആദ്യ വാരത്തിൽ നടത്തിയിട്ടില്ല, മാർച്ച് 4 മുതൽ നടത്തിയിട്ടുള്ള സർവേ മാത്രമാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതിന് കാത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് UP-യിലേക്ക് പോവാം. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, 80 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശ് ഇത്തവണ ഇങ്ങനെ വിധിയെഴുതും. ഉത്തർപ്രദേശ് നോക്കൂ, 74 സീറ്റ് വരെ, 68 മുതൽ 74 സീറ്റുകൾ വരെ ഉത്തർപ്രദേശിൽ നിന്ന് NDA സമാഹരിക്കാം. ഇന്ത്യ മുന്നണിക്ക് 7 മുതൽ 11 സീറ്റുകൾ വരെ മാത്രമാണ് പ്രതീക്ഷ. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചമായ സ്ഥിതി. BJP അവിടെ കൂടുതൽ സീറ്റുകൾ നേടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ. BJP അതിനു വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. RLD-യെ കൊണ്ടുവന്നവർ പശ്ചിമ UP-യിലെ കർഷക രോഷവും ജാട്ട് രോഷവും ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു. ചരൺ സിംഗിന് ഭാരതരത്ന കൊടുത്തത് നമുക്കറിയാവുന്നതാണ്. RLD എന്ന കക്ഷിയെ അവർ ഇന്ത്യ മുന്നണിയിൽ നിന്ന് എടുത്തിരിക്കുന്നു. അതേസമയം തന്നെ മായാവതി ഫാക്ടർ അവിടെ നിൽക്കുന്നു. മായാവതിക്ക് ഇപ്പോഴും ജാതവ് വോട്ട് ബേസ് ഉണ്ട്. പക്ഷെ അത് വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. പരമാവധി മറ്റുള്ളവർക്ക് 0 മുതൽ 1% വരെ സീറ്റുകളാണ്. നമുക്കിനി നാഷണൽ ടാലിയിലേക്ക് പോകാം. ആര് ഭരിക്കും ഇന്ത്യ? PMark രാജ്യവ്യാപകമായി നടത്തിയ ഒപ്പീനിയൻ പോളിൽ എന്താണ് നാഷണൽ ടാലി? ഏതൊക്കെ പാർട്ടികൾ എവിടെയൊക്കെ നിൽക്കുന്നു? നരേന്ദ്രമോദിയുടെ ഡ്രീം റൺ അവസാനിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്പമെങ്കിലും എവിടെയെങ്കിലും നമുക്ക് നോക്കാം ഇന്ത്യ ആര് ഭരിക്കുമെന്ന്. ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു.
ഇന്ത്യ വീണ്ടും നരേന്ദ്രമോദി ഹാട്രിക് വിജയം നേടുന്നു. 410 സീറ്റ് വരെ നേടാം. 370 മുതൽ 410 വരെ വലിയ നമ്പറാണ്. 370 മുതൽ 410 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് NDA ഭരണം നിലനിർത്തുമെന്ന് പി മാർക്ക് അഭിപ്രായ സർവേ പറയുന്നു. UPAക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് 110 മുതൽ 130 സീറ്റുകൾ വരെ മാത്രമാണ് ലഭിക്കാനിട. മറ്റുള്ളവർക്ക് 40 സീറ്റ് വരെ, 25 മുതൽ 40 സീറ്റുകൾ വരെ. അപ്പോ അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ തേരോട്ടമാണ് ഇപ്പോൾ അതാണ് സ്ഥിതി. രാജ്യത്തെ സ്ഥിതി അതാണ്. അവർക്ക് അധികാരമുണ്ട്, ഭരണമുണ്ട്, പണമുണ്ട്, സഖ്യകക്ഷികളുണ്ട്. എല്ലാ തരത്തിലും ഒരു ഫോർമിഡബിൾ ശക്തിയാണ് NDA. ഉത്തരേന്ത്യ തൂത്തുവാരാനുള്ള രാഷ്ട്രീയ സാഹചര്യം പശ്ചിമ ബംഗാളും ബീഹാറും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ അവർ മുൻതൂക്കമുള്ള ഇടങ്ങളാക്കി മാറ്റുന്നു. മഹാരാഷ്ട്രയിലും കാര്യമായ നഷ്ടങ്ങളില്ല. ഇനി മിഷൻ സൗത്ത് ഇന്ത്യ മാത്രമാണ് ബാക്കിയുള്ളത്. സൗത്ത് ഇന്ത്യയിലാണ് പിന്നെയും UPAക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം. ആനകൾ നിരന്നു കഴിഞ്ഞു. യെസ്, ഇനിയിപ്പോ തൃശ്ശൂരിനെ ആരെടുക്കും എന്ന് അറിഞ്ഞാൽ മതി. സുരേഷ് ഗോപി 5 കൊല്ലം മുമ്പേ ചോദിച്ചതാണ് തൃശ്ശൂരിനെ. 5 കൊല്ലം മുമ്പ് ചോദിച്ച തൃശ്ശൂരിനെ തൃശ്ശൂർക്കാർ ഈ തവണ സുരേഷ് ഗോപിക്ക് കൊടുക്കുമോ? അതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നിമിഷങ്ങൾ മാത്രം ബാക്കി. ഈ ആനകളിൽ ആർക്കാണ് തലപ്പൊക്കം എന്നുള്ളത് നമ്മൾ അറിയാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന്. കെ കരുണാകരന്റെ തട്ടകമായിരുന്നു തൃശ്ശൂർ. കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ സ്വന്തം പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഇത്തവണ ഇറങ്ങി കളിക്കുകയാണ് തൃശ്ശൂർ. അപ്പൊ സുരേഷ് ഗോപിയെ കെ മുരളീധരൻ തടയുമോ? സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയവുമില്ല. ഇപ്പൊ കെ കരുണാകരന്റെയും കെ മുരളീധരന്റെയും കാര്യം പറയുമ്പോൾ ഇവർ രണ്ടുപേരും തോറ്റ മണ്ഡലം കൂടിയാണ് ഈ തൃശ്ശൂർ മണ്ഡലം. രണ്ടും വി വി രാഘവനോട് തോറ്റ മണ്ഡലമാണ്. തന്നെ കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂർ ഒരു രാശിയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ VS സുനിൽകുമാർ തന്നെ പത്മജയെ തോൽപ്പിച്ചു. ഈ അവിടെ നിയമസഭാ മണ്ഡലത്തിലാണത്. 2016 പത്മജ VS സുനിൽകുമാറിനോട് തോറ്റു. 2021 ബാൽസിയോട് തോറ്റു. അതിനു മുൻപ് മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടിനോട് തോറ്റു. കെ മുരളീധരനും കെ കരുണാകരനും വി വി രാഘവനോടും തോറ്റു. 93,633 വോട്ടിന് ജയിച്ച TN പ്രതാപനെ എന്തിനാണ് കോൺഗ്രസ് മാറ്റിയത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. കോൺഗ്രസ് ആണോ മാറ്റിയത്, അതോ കോൺഗ്രസിന് വേണ്ടി സുനിൽക്ക് അനുകൂലമാണോ മാറ്റിയത്, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും അതൊരു വളരെ ഗംഭീരമായ തീരുമാനമായിരുന്നു എന്ന് പറയും. യെസ്, എന്തായാലും നമുക്ക് ഈ അഭിപ്രായ സർവേയുടെ അഭിപ്രായം വന്നതിന് ശേഷം തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പറഞ്ഞാൽ പോരെ. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം. കേരളത്തിൽ BJP ഏറ്റവും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. പ്രധാനമന്ത്രി വിചാരിക്കുന്നത് സുരേഷ് ഗോപി വഴി തൃശ്ശൂരിൽ ഒരു വിജയം ഉണ്ടാകും. അങ്ങനെ കേരളത്തിലും മോദിക്ക് വേണ്ടി കൈപൊക്കാൻ ഒരാളുണ്ടാവും. കേരളത്തിൽ നിന്നും മോദിക്ക് വേണ്ടി ലോക്സഭയിൽ കൈ ഉയർത്താൻ ഒരാളുണ്ടാവുമെന്നാണ് നരേന്ദ്രമോദി വ്യക്തിപരമായി പോലും വിചാരിക്കുന്നത്. അത്രേ നിങ്ങൾ കുറേ നേരമായിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂർ ഞങ്ങൾ അവസാനമേ പറയുള്ളൂ എന്ന് പ്രേക്ഷകരെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു. നമ്മൾ ഈ യൂട്യൂബ് കമന്റ് ബോക്സിലൊക്കെ കണ്ടു. പക്ഷെ എന്തായാലും അതുപോലെ കാത്തിരിക്കേണ്ട ഒരു ഫലമാണ് അവിടെ വരാൻ പോകുന്നത്. തൃശ്ശൂരിൽ ആരാണ്, തൃശ്ശൂരിനെ ആരെടുക്കും, തൃശ്ശൂരിനെ ആരാണ് നയിക്കുക? സമയമായി ഇപ്പൊ തിടമ്പേറും. ആരുടെ തിടമ്പാണ് ഏറുക എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ആകാംക്ഷയോടെ തൃശ്ശൂർ എടുക്കുന്നത് ആരായിരിക്കും? തൃശ്ശൂരിൽ ഇപ്പോഴത്തെ നിലയിൽ ആരാണ് മുൻപിൽ? പി മാർക്ക് പറയുന്നത് എന്താണ്? ഒന്ന് കണ്ടാലോ, നോക്കിയാലോ? തിടമ്പ് ഉയരട്ടെ. തൃശ്ശൂരിൽ ആര്? തൃശ്ശൂരിൽ സുനിൽകുമാർ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നു പി മാർക്കിന്റെ അഭിപ്രായ സർവേ. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് തൃശ്ശൂരിൽ എന്ന് പി മാർക്കിന്റെ അഭിപ്രായ സർവേ പറയുന്നു. ആശ്ചര്യജനകമാണോ? സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് എങ്കിലും നോക്കൂ, 34 VS സുനിൽകുമാർ, 32 കെ മുരളീധരൻ, 31 സുരേഷ് ഗോപി. കഴിഞ്ഞ തവണത്തേക്കാൾ വിജയിയോട് ക്ലോസ് ആണ് സുരേഷ് ഗോപി. വളരെ വളരെ കടുത്ത മത്സരമാണ് തൃശ്ശൂരിൽ എന്ന് നമുക്ക് പറയാം. വളരെ വളരെ കടുത്ത മത്സരമാണ്. 1-ാം സ്ഥാനത്തുള്ള VS സുനിൽകുമാർ 34%, 2-ാം സ്ഥാനത്ത് കെ മുരളീധരൻ 32%, 31%വുമായി സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത്. വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫൈറ്റ് ആണ്. എന്തും സംഭവിക്കാം തൃശ്ശൂരിൽ. ഇനിയും 10-35 ദിവസമുണ്ട്. എന്തും സംഭവിക്കാം. ഞാൻ പറയാൻ കാരണം സുരേഷ് ഗോപി വിജയിയോട് വളരെ ക്ലോസ് ആണ് എന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ തവണ വിജയിച്ച TN പ്രതാപൻ 40% വോട്ട് നേടിയപ്പോൾ രാജാജി മാത്യു തോമസ് 31, അതായത് 9% കുറവുണ്ടായിരുന്നു. 31, സുരേഷ് ഗോപി 28, അതായത് 2-ാം സ്ഥാനത്ത് വന്ന ആളുമായിട്ട് 3% വ്യത്യാസം. ഇത്തവണ നോക്കൂ, അത് വിജയിക്കാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സുനിൽകുമാറിന് 34%,
സുരേഷ് ഗോപിയായിട്ട് 31%, 3% വ്യത്യാസമേ ഉള്ളൂ. സ്ഥാനാർത്ഥി എങ്ങനെയാണ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുക എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുമ്പോൾ നോക്കൂ, കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് തൃശ്ശൂരിൽ സമാഹരിച്ചത് 30.85% വോട്ടാണ്. സുനിൽകുമാറിന് 34% വോട്ട് ലഭിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് സുനിൽകുമാറിന്റെ വരവ് തൃശ്ശൂരിനെ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ടി എൻ പ്രതാപൻ 39.83% വോട്ട് 2019 നേടിയത്. ഇത്തവണ കെ മുരളീധരൻ 32 വീഴുമെന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത്. ഇനി ക്യാമ്പയിൻ ഉണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഈ പറഞ്ഞ സംഖ്യകളൊക്കെ മാറാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഈ നിമിഷം വി എസ് സുനിൽകുമാർ 34% വോട്ടോടെ തൃശ്ശൂർ 1-ാം സ്ഥാനത്തും കെ മുരളീധരൻ 2-ാം സ്ഥാനത്തും സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തും ആണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്ക്. ഇത് മാറാം. ഇനി വരാൻ പോകുന്ന 10-35 ദിവസം അക്ഷരാർത്ഥത്തിൽ ഉഴുതും മറിക്കും. ഇനിയും പ്രധാനമന്ത്രി വരും, മറ്റ് പല നേതാക്കൾ വരും, എന്തും സംഭവിക്കാം. തൃശ്ശൂർ എന്നല്ല, കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഏത് രീതിയിലും ഫലങ്ങൾ മാറിമറിയാം. അവസാനമായി 20 മണ്ഡലങ്ങളിലും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും എന്താണ് ഇപ്പോൾ പി മാർക്ക് മാതൃഭൂമി അഭിപ്രായ സർവേ ഫലം നൽകുന്ന സൂചന എന്നുള്ളത് ഒന്ന് അവസാനമായി നോക്കി വരാം. വരട്ടെ, ഹെലികോപ്റ്റർ വരട്ടെ. ഇതാണ് 14 UDF 14, LDF 5. 14-5 എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒരെണ്ണം ടൈ ആണ് മാവേലിക്കര ടൈ. NDAക്ക് നിലവിൽ ഒന്നുമില്ല. അതെ, NDAക്ക് നിലവിൽ 0-ആണ്. 14-5 എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ UDF കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിൽ മുമ്പിട്ട് നിൽക്കുന്നു. 14 UDFന് മേധാവിത്വമുണ്ട്. LDF 5 സീറ്റുകളിൽ ഇപ്പോഴത്തെ നിലയിൽ ലീഡ് ചെയ്യുന്നു. NDAക്ക് ഇതിനോടകം ഒരു സീറ്റിലും ലീഡ് എന്നുള്ള നില കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, മാർച്ച് 3-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ശേഖരിച്ച 25,831 സാമ്പിളുകളിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്തുന്നത്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ UDF മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണൂർ, വടകര, പാലക്കാട്, ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിൽ LDF മുമ്പിലാണ്. മാവേലിക്കരയിൽ ടൈയുമാണ്. മാവേലിക്കര ടൈ. ഇതിന്റെ ആദ്യഘട്ടമാണ്. ഇനി ഏപ്രിൽ 2-ാം വാരത്തിൽ ഇതിന്റെ 2-ാം ഘട്ട സർവേയുമായി നമ്മൾ വീണ്ടും പ്രേക്ഷകരെ മുന്നിൽ. തീർച്ചയായും. അപ്പോൾ ഏപ്രിൽ ആദ്യ വാരം മുതലുള്ള സാമ്പിളുകളായിരിക്കും. സാമ്പിൾ സൈസ് ചിലപ്പോൾ അല്പസ്വല്പം മാറ്റം ഉണ്ടായേക്കാം. പക്ഷേ ഏപ്രിൽ ആദ്യ വാരം മുതൽ ഏപ്രിൽ 2-ാം വാരം വരെ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം ഈ സർവേ, പി മാർക്കിന്റെ 2-ാം ഘട്ട സർവേ ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കുക. മാതൃഭൂമി ന്യൂസിനൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തുടരുക. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്.